8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്മളുണ്ട് അവിടെ. വേറെ ആരും ഉണ്ടല്ലോ? ആരാണ് സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ടാ. ഈ യൂട്യൂബ് ചാനലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സപ്പോർട്ട് വേണ്ടേ? യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ അതാണല്ലോ സംഭവം, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അപ്പോ എന്താ പറഞ്ഞു തന്നിരുന്നത്? ചായന്ന കാര്യം അല്ലേ. 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിന്റെ കോളുകൾ ഉണ്ടായിരിക്കും. ഈ നമ്മളൊന്ന് ഇങ്ങനെ കണ്ണടച്ച് പോകണം എന്ന് വിചാരിക്കുമ്പോഴാവും മൊബൈൽ വന്ന് നമ്മളെ തോണ്ടി വിളിക്കുക. വൈബ്രേറ്റ് ആയിരിക്കും, ഓണുണ്ടാവും, മറ്റേ റിങ് ഓഫ് ആയിരിക്കും. അടുത്ത സംഭവം പോകും. ഇതില് മൂന്നാമതൊരാൾ കൂടെ കയറി വന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ 4-ാമത്തെ ആള്. ഞാൻ എണ്ണാത്തത് കൊണ്ടാണ് 3-ആയിപ്പോയത്. എന്നും കൂടെ കൂട്ടിയാൽ 4-ആയി. ആ 3-ാമത്തെ ആള് ആരാണ് എന്നറിയില്ല. ആരെന്നെ ആയാലും ഒന്ന് ജസ്റ്റ് ഒരു കമന്റ് വിടൂ, ഒരു ഹൊയ് വിടൂ എന്ന് പറഞ്ഞ പോലെ ഒരു കമന്റ് വിടൂ. കമന്റ് കൊണ്ട് വരുന്നില്ലല്ലോ. എന്താണ് ടൈപ്പ് ചെയ്യാൻ അറിയാത്തോണ്ടായിരിക്കും. ഇനി ABCD ഒന്ന് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ABCD അങ്ങനെ അടിച്ചിട്ടാൽ മതി. എന്തെന്നായാലും കമന്റ് ആയിട്ട് വരുമല്ലോ. അതല്ലെങ്കിൽ വെറുതെ വരല് വെച്ചിട്ട് ആ മൊബൈലിന്റെ സ്ക്രീനിൽ ഒരു ഇങ്ങനെ 4-5 പടം കിടക്കും, അതായാലും മതി. അങ്ങനൊക്കെയല്ലേ ചെയ്യാൻ പറ്റുക. അപ്പൊ അതാണ് വിശേഷങ്ങള്. പ്രത്യേകിച്ചൊന്നും വിശേഷം പറയാനൊന്നുമില്ല. ഇന്നലെ ഇപ്പോൾ ഏകദേശം 10-10:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ടത് ഇന്ന് രാവിലെയാണ് വന്നത്. ഇന്ന് രാവിലെ വരുന്നതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഒരു 11-11:30 മുതൽ ഞാൻ ഏകദേശം 1 മണി വരെ, 1 മണിയില്ല 12 ആ സമയം വരെ നമ്മൾ ഡേ ടു ഡേയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോയി. അവിടുന്ന് അങ്ങനെ കരാമ പോയി. കരാമയിൽ എൻ്റെ ഒരു ക്ലയൻറ്റിന് ഒരു ഡെലിവറി കൊടുക്കാനുണ്ടായിരുന്നു, കുറച്ച് ടീഷർട്ട്സ്. അപ്പോൾ പുള്ളിക്ക് ഇന്ന് രാവിലെ അത് വേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ കസ്റ്റമേഴ്സിന് അത്ര എമർജൻസി പറയുമ്പോൾ അത് രാത്രി പകല് അല്ലെങ്കിൽ നമ്മുടെ ഓഫ് ടൈം അങ്ങനെയൊന്നും നോക്കാറില്ല. പുള്ളിയുടെ വണ്ടിയുടെ ഡോർ ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അൺലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഡോർ ക്ലോസ് ആയിരിക്കും, പക്ഷെ അൺലോക്ക് ആയിരിക്കും. നമ്മൾ ഡോറ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ വെച്ച് ലോക്ക് ചെയ്ത് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് കൊടുക്കും, ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട്. അത് ചില കസ്റ്റമേഴ്സിന് അവരുടെ എമർജൻസി അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. 3-4 പേരുണ്ടല്ലോ. ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. ആരൊക്കെ തന്നെയാണെങ്കിലും വരുന്നവരും കാണുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് അങ്ങ് പോട്ടെ അല്ലേ. എന്തോ ഏതോ എങ്ങനെയോ എൻ്റെ മനസ്സിലൊരാലസ്യം വല്ല. അമ്മു, ഹായ് അമ്മു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് അമ്മു വിശേഷങ്ങള്? 4-5 പേര് വന്നിട്ടുണ്ട്. ഈ 4-5 പേര് ആരൊക്കെ ആയാലും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യട്ടോ. അമ്മു അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മുവിന് ചാനലുണ്ട്? അമ്മുവിന് ചാനലുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് ഒരു കമന്റ് എന്തെങ്കിലുമൊക്കെ കേട്ടോ. എന്താന്ന് വെച്ചാൽ തിരിച്ച് നിങ്ങൾക്കൊരു സപ്പോർട്ട് തരണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ പേരൊക്കെ സെർച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്താ പറയുക, നമുക്ക് ഈസി ആക്സസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കയറിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക. അമ്മ ഇന്നലെ എൻ്റെ ലൈവിൽ വന്നിരുന്നല്ലോ, ഓർമ്മയുണ്ടോ ആവും? ആഹാ, നിങ്ങൾ ഫ്രണ്ട്സാണ് അല്ലേ? എൻ്റെ ലൈവിൽ മുന്നേ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എങ്കിലും വെൽക്കം.